ഹലോ ഗൈസ്, ഭ്രാന്തൻ പോയിന്റ് ഓഫ് വ്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ 32-ലെ അർജന്റീന ക്യാബോ വെർദെ ടീമിന്റെ കളി ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിരുന്നത് കളി ഭയങ്കര എന്ത് പറയാന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു കളിയായിരുന്നു. ഭയങ്കരമായിട്ടുള്ള ഈ വേൾഡ് കപ്പിലെ ഏറ്റവും ബെസ്റ്റ് മാച്ച് ഇതാണെന്ന് വേണമെങ്കിൽ പറയാം. അർജന്റീന ക്യാബോ വെർദെ ആയിട്ടുള്ള മാച്ചാണ് ഈ വേൾഡ് കപ്പിലെ ഏറ്റവും നല്ല മാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം എന്ന് പറഞ്ഞാൽ അർജന്റീന വെള്ളം കുടിപ്പിച്ചു. പാവം ലയണൽ മെസ്സിയൊക്കെ പാവം, ഒന്നും പറയല്ല. കാര്യം അത്രയ്ക്ക് നമ്മൾ ഒരിക്കലും ഒരു ടീമിന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. എന്നാൽ തീർച്ചയായിട്ടും സ്കൊലോണി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരിക്കലും ഒരു ചെറിയ ടീമായിട്ട് ക്യാബോ വെർദെ കണ്ടിട്ടില്ല. കാര്യത്തിന് സ്പെയിനിനെ സമനിലയിൽ തളച്ച ടീം, ഉറുഗ്വേനെ സമനിലയിൽ തളച്ച ടീം, ഇത്രയും കഴിവുള്ള ഒരു ടീം ആണ് അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കാൻ വരുന്നത്. അവർക്ക് തീർച്ചയായിട്ടും അറിയാം. എന്തോ അതുകൊണ്ട് അവർ കൊച്ചു ടീമായിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല. പക്ഷേ ഇന്നത്തെ കളി കണ്ടപ്പോൾ എനിക്കല്ല എല്ലാവർക്കും തോന്നുന്നു സില്ലി മാച്ച് പോലെ ഒന്ന് ഫീൽ ചെയ്തിരുന്നു. അർജന്റീന ഒരു ഡിഫൻഡേഴ്സ് ഒക്കെ പൊട്ടി പാളീസാണെങ്കിൽ അവരെ ഗോള് 2 ഗോൾ നല്ല ഉഗ്ര 2 ഗോളായിരുന്നു അവരടിച്ച്. തിരിച്ച് ഞങ്ങൾ 3 ഗോൾ അടിച്ച് വിജയിച്ചു. എന്നിരുന്നാൽ പോലും ഒരു കുഞ്ഞ് 5 ലക്ഷം പേര് മാത്രം ഉള്ള ഒരു കുഞ്ഞു പോപ്പുലേഷനിലുള്ള ഒരു കുഞ്ഞു രാജ്യം ഇത്രയും നല്ല രീതിയിൽ വേൾഡ് കപ്പിൽ ലോകരാജാക്കന്മാരായ അർജന്റീനയെ മുട്ടുകുത്തിക്കുന്നതിനും ഒരു ഗോൾ കൂടി അടിച്ചെങ്കിൽ ചിലപ്പോൾ മുട്ടുകുത്തിച്ചേ. പക്ഷെ മുട്ടുകുത്തിക്കുന്നതിന് മുന്നേ അവർ അർജന്റീന വേർപ്പ് ഒലിപ്പിച്ചിട്ടാണ് അവര് സത്യം പറഞ്ഞാൽ അർജന്റീന ജയിച്ചത്. കാര്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ല. വൺ ഓഫ് ദ ബെസ്റ്റ് മാച്ച് നമ്മൾ ഇപ്പം നടന്ന ഫിഫ ടൂർണമെന്റുകളിൽ വേൾഡ് കപ്പിൽ ഗ്രൂപ്പ് 32-ലെ ഏറ്റവും കിടിലൻ മാച്ചാണ് ഇന്ന് നടന്ന അർജന്റീന ക്യാബോ വെർദെ മാച്ച്. എന്തുകൊണ്ടും എന്തായിരുന്നാലും ഞാനും അർജന്റീന ഫാൻസാണ്. അർജന്റീന ജയിക്കുമെന്ന് 100% വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയ്ക്ക് വേർപ്പൊലിച്ച് രക്തമൊക്കെ കൊടുത്ത് ജയിച്ചതുപോലെ ആയിപ്പോയി. ഒരു രക്ഷയില്ല. ഹാർട്സ് ഓഫ് അവരെ ക്യാപ്റ്റൻ, ക്യാബോ വെർദെ ക്യാപ്റ്റൻ ഒസീന. ഒരു രക്ഷയില്ല. കിടിലം എനിക്ക് തോന്നുന്നു ഒരു 8 ഷോട്ട് എന്ത് പറയും സേവ് ചെയ്തു തോന്നുന്നു ഗോൾ പോസ്റ്റില്. എന്റെ പൊന്നോ, എന്തൊരു മനുഷ്യനാണ്. ഒരു രക്ഷയില്ല. മെസ്സി എടുത്ത ഫ്രീ കിക്ക് ഒക്കെ ഗോൾ 100% ഗോളുള്ളു. വേറെ ഏത് പൊട്ടൻ ഗോൾ ചെയ്യാനും ഗോൾ 100% ഗോള്. പക്ഷെ അങ്ങേര് സുഖായിട്ട് സേവ് ചെയ്തു. കേടില്ല ബെസ്റ്റ്. നമ്മൾ നല്ലത് കണ്ട നല്ലതെന്ന് പറയാൻ തന്നെ ചെയ്യണം. കാര്യം ഇത്രയും ഒരു കുഞ്ഞൻ ടീം വന്നിട്ട് ലോകരാജാക്കന്മാരായ അർജന്റീനയെ, നമ്മളെ പ്രിയപ്പെട്ട മെസ്സിയെ, നമ്മളെ മെസ്സിനെ വരെ വെള്ളം കുടിപ്പിച്ചതാണ് ആലോചിച്ചത്. എന്നിരുന്നാൽ പോലും ഞങ്ങൾ ജയിച്ചു. ഞങ്ങളുടെ ടീമും ജയിച്ചു, അർജന്റീനയും ജയിച്ചു. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് അടുത്തൊരു സ്റ്റെപ്പിലേക്കുള്ള ഗ്രൂപ്പ് 16-ലേക്കുള്ള ഒരു മുൻകൂട്ടി ഒരു ഇതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെയും ഒരു ടീമിനെയും കൊച്ചു ടീമായിട്ടും ഒരു വില കുറച്ച് നമ്മൾ ഒരിക്കലും കാണാമല്ലോ. ഇത് ഫുട്ബോളാണ്. അപ്പൊ ക്രിക്കറ്റ് ഫുട്ബോൾ തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം ഇതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ബാറ്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്യാം. പക്ഷെ ഫുട്ബോൾ അങ്ങനെയല്ല. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അതിനേക്കാട്ടി ഭയങ്കരമായിട്ട് എന്ത് പറയാ, ഒരു നിമിഷം കൊണ്ടാണ് കളിയിലെ മാറ്റങ്ങൾ ഉണ്ടാവണം. ഞാനൊക്കെ കണ്ട് ടെൻഷൻ അടിച്ച് പണ്ടാണ്. അത്രയ്ക്ക് ടെൻഷൻ കളിയായിട്ട്. കാരണം കഴിഞ്ഞ വേൾഡ് കപ്പ് ഫൈനൽ ഫ്രാൻസിന്റെ കൂടെയുള്ള ഫൈനൽ പോലെയൊക്കെ എനിക്ക് തോന്നി. അത്രയ്ക്ക് എനിക്ക് തോന്നുന്നു അടുത്ത ഒരു ഗോൾ കൂടെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഷൂട്ടൗട്ടിലോട്ട് പോയാൽ. പക്ഷെ അത്രയ്ക്ക് ചാൻസ് ഉണ്ടായിരുന്നു അവർക്ക്. പിന്നെ നമ്മുടെ ഡിഫൻഡേഴ്സ്, അർജന്റീന ടീമിന്റെ ഡിഫൻഡേഴ്സ് മൊത്തം പാളി. സാധാരണ മെദീന നല്ല ഫോമിലാണ്. ഈ വേൾഡ് കപ്പ് ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് അൾജീരിയ, ഓസ്ട്രിയ, ജോർദാന്റെ കൂടെ ഇല്ലായിരുന്നു. അൾജീരിയ, ഓസ്ട്രേലിയയുടെ കൂടെ മെദീന ഉണ്ടായിരുന്നു. മെദീനയൊക്കെ നല്ല ഫോമിലാണ്. റൊമേറോ, ബാക്കി എല്ലാവരും നല്ല ഫോമിലുള്ള ഡിഫൻഡേഴ്സ് ആണ്. പക്ഷെ ഇന്ന് ഇച്ചിരി പാളി. ആകപ്പാടെ എനിക്ക് പറയാൻ പറ്റുന്ന ഡിഫൻഡേഴ്സിലെ ലിസാൻഡ്രോ മാർട്ടീനസ് മാത്രമാണ് തന്റെ പെർഫോമൻസ് നല്ല രീതിയിൽ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി ഡിഫൻഡേഴ്സ് മൊത്തം പാളി. എന്തുകൊണ്ടും ഇതൊരു മുൻകരുതലായിട്ട് അർജന്റീന ടീം എന്തായാലും കാണും. കാരണം എന്താ, പാളിച്ചകളെല്ലാം മാറ്റി വീണ്ടും ടീം ശക്തരായി വീണ്ടും തിരിച്ചു വരുമെന്ന് തന്നെ 100% ഉറപ്പാണ്. അടുത്ത ജൂലൈ 7-ാം തീയതി ഈജിപ്തുമായിട്ട് നടക്കുന്ന മാച്ചിൽ 100% ഉറപ്പാണ് ടീം നല്ല രീതിയിൽ ഒരു 3-0 അല്ലെങ്കിൽ 3-1 ഈജിപ്തിനോട് ജയിക്കും. ഗ്രൂപ്പ് ഫൈനലിൽ തീർച്ചയായിട്ടും ജയിക്കുമെന്ന് 100% ഉറപ്പാണ്. പക്ഷെ ഇതൊരു സൂചനയാണ് നൽകിയത്. കാര്യം എന്ന് പറഞ്ഞാൽ ടീം ഡിഫൻഡേഴ്സ് മൊത്തത്തിൽ പൊട്ടി പാളീസായി പോയി. കാര്യം പറഞ്ഞാൽ അവന്മാർ ഒരു രക്ഷയില്ലാത്ത കളി. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ എന്റെ പൊന്ന്, രണ്ടാമത്തെ ഗോൾ അടിച്ചവന്റെ പേരെനിക്ക് ഓർമ്മയില്ല. എന്ത് സുന്ദരമായ ഗോള്. ആ ഗോളൊക്കെ എന്റെ പൊന്നു ഒരു രക്ഷയില്ല. അടിപൊളി. ഹാർട്സ് ഓഫ്. ഈ വേൾഡ് കപ്പില് ഒരു
എനിക്ക് തോന്നുന്നു ഇനി ഒരു അടുത്തൊരു വേൾഡ് കപ്പ് ആകുമ്പോൾ ഈ ക്യാബ് വെറുതെ പറഞ്ഞ രാജ്യം തന്നെ ഒരു ക്രൊയേഷ്യ പോലെ നെതർലാൻഡിനെയൊക്കെ പോലെ പെർഫോമൻസ് ചെയ്യുന്ന ഒരു സെമി വരെയൊക്കെ എത്താൻ പറ്റുന്ന ഒരു നല്ലൊരു ടീമായിട്ട് തീർച്ചയായിട്ടും വരുമെന്നുള്ളത് 100% ഉറപ്പാണ്. കാര്യം അത് അത്രയ്ക്ക് കഴിവുള്ള ടീംസ്, കഴിവുള്ള അപ്പോ അവന്മാർ ഡിഫൻഡേഴ്സ് അർജന്റീനെ ഇത് ഫ്രണ്ടിലോട്ട് കയറാമല്ല, ഡിക്കകത്ത് കയറാൻ സമ്മതിക്കില്ല. അവന്മാർ ഭയങ്കര ഡിഫൻഡേഴ്സും ആടിപോയി പക്ക ഇതായിരുന്നു. ഡിഫൻഡേഴ്സ് എല്ലാം പക്ക അടിപൊളിയായിരുന്നു. എന്തുകൊണ്ടും നമ്മളെല്ലാരും സില്ലിയായിട്ട് ജയിക്കുമെന്ന് വിചാരിച്ചു. കാര്യം ആ മന്ത്രവാദി ഇല്ലേ, ഗാനെ മന്ത്രവാദിയും കൂടി പറഞ്ഞതും മറ്റേത് ഇതൊക്കെ കഴിച്ചിട്ട് മിശയ്ക്ക് ഒരു മന്ത്രവാദി ദുർമന്ത്രയോ ഒന്നും അല്ല. മിശയ്ക്ക് ദൈവത്തിന് മുന്നിലെ യാതൊരു കുറമന്ത്രം എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ചിലപ്പോൾ ആ മന്ത്രവാദിയുടെ വാക്കുകൾ വലിക്കുമെന്ന് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്തു തുടങ്ങി. കാരണം അടിക്കുന്നു തിരിച്ചടിക്കുന്നു, അടിക്ക് തിരിച്ചടിക്കുന്നു, ഇവര് ഗോൾ അടിക്കുന്നു അവര് ഗോൾ അടിക്കുന്നു, ഇവര് ഗോൾ അടിക്കുന്നു അവര് ഗോൾ അടിക്കുന്നു, അടുത്ത വീണ്ടും അർജന്റീന ഗോൾ. എന്തുകൊണ്ടോ മൂന്നാമതൊരു ഗോള് അവർ തിരിച്ചടിച്ചില്ല. എന്നാലും എനിക്ക് സന്തോഷമുണ്ട്. നല്ലൊരു മാച്ച്, വേൾഡ് കപ്പിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ മാച്ച് കാണാൻ കഴിഞ്ഞു. ഇന്ന് 3:30 കാണാൻ കഴിഞ്ഞു. അത് അർജന്റീനയും ക്യാബോ വെർഡെ എന്ന ടീമിന്റെ മാച്ചാണ്. തീർച്ചയായിട്ടും അത് കളി കഴിഞ്ഞതിന് ശേഷം അവരെ ക്യാപ്റ്റനായ റൊസീന പറഞ്ഞത് കളി കഴിഞ്ഞതിന് ശേഷം മെസ്സി വന്ന് കെട്ടിപ്പിടിച്ച റൊസീന എടുത്ത് പറഞ്ഞ കാര്യം ഇതായിരുന്നു. കാര്യം നിങ്ങൾക്ക് അഭിമാനിക്കാം, കാരണം അഭിമാനിച്ചുകൊണ്ട് തല ഉയർത്തി നിങ്ങൾക്ക് പോകാം. ലോക ചാമ്പ്യന്മാരെ വിട്ടുകുത്തിക്കാതെ വേർപ്പൊലിച്ചുകൊണ്ട് നിർത്തിയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തല പൊക്കിത്തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തോട്ട് പോവാം, നിങ്ങൾക്ക് രാജ്യത്തിന്റെ അഭിമാനമാവാമെന്ന് മെസ്സി പറഞ്ഞു. തീർച്ചയായിട്ടും അത് 100% സത്യമുള്ള കാര്യമാണ്. കാര്യം നമുക്ക് അമ്മാതിരി കളിയായിരുന്നു. എനിക്കൊന്ന് 8 സേവ്, നല്ല 8 ഉഗ്രൻ സേവാണ് അവരുടെ ക്യാപ്റ്റനായ റോസീന സേവ് ചെയ്തിട്ടുള്ളത്. 8 നല്ല 8 സേവ്. സത്യത്തിൽ അടിപൊളി. ഇത്രയും നല്ലൊരു മാച്ച് സത്യം അടിപൊളിയായിരുന്നു. തീർച്ചയായിട്ടും ഇനി നടക്കുന്ന ഗ്രൂപ്പ് 60 എന്തുകൊണ്ടും അർജന്റീന ഈജിപ്തുമാണ് മത്സരം. മുഹമ്മദ് സല ഈജിപ്തിലുണ്ട്. സ്ഥലം ഉണ്ടെങ്കിലും നമുക്ക് പേടിയൊന്നും ഇല്ല. ഇപ്പൊ ടീം എന്തുകൊണ്ടും ഇതായി മുൻകരുതൽ കിട്ടിക്കഴിഞ്ഞു. കാര്യം എന്ന് പറഞ്ഞാൽ ഡിഫൻഡേഴ്സ് വീണ്ടും സ്ട്രോങ് ആവണം. മിഡ്ഫീൽഡിൽ എൻസോയും അൽവാരസ് ഒന്നും ഫോമിലല്ല. എൻസോയും അൽവാരസ് മാക്കലിസ്റ്റർ ആര് ഫോമിലല്ല. ഇവരെല്ലാം തിരിച്ച് ഫോമിലേക്ക് വരണം. പിന്നെ റോഡിഗോ ഡീപോളിന്റെ ഒക്കെ ഒരു കായികക്ഷമതയൊക്കെ ശകലം ഒരു ഫിറ്റ്നസിന്റെ ഒക്കെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും എൻസോ ഫെർണാണ്ടസും മാക്കാലിസ്റ്ററും അൽവാരസ് ഇവരെല്ലാം തിരിച്ച് ഫോമിലേക്ക് വരണം. അർജന്റീന 2022 കണ്ട അർജന്റീനയായിട്ട് തിരിച്ചു വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അടുത്ത ഈജിപ്തുമായിട്ടുള്ള മത്സരത്തിൽ തീർച്ചയായിട്ടും അർജന്റീനയുടെ കംബാക്ക് എന്നല്ല, ഇതിലും നല്ലൊരു മനോഹരമായ കളി നമുക്ക് കാണാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും എന്തുകൊണ്ടും കാബോ വെർഡെ എന്ന് പറഞ്ഞ ടീം കുഞ്ഞു ടീമല്ല, നല്ലൊരു ടീമാണ്. അവർ എന്തുകൊണ്ടും ഇനി വരുന്ന ഇന്റർനാഷണൽ മാച്ചുകളിൽ അവരെ ഒരു നല്ലൊരു സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ട് അടുത്തൊരു വേൾഡ് കപ്പിൽ ഈ ഒരു ടീം നല്ല വലിയൊരു ഹോളണ്ട് പോലെയും ക്രൊയേഷ്യ പോലെയും നല്ലൊരു ടീമായിട്ട് വരുമെന്ന് 100% ഞാൻ ഉറപ്പിക്കുകയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ. തീർച്ചയായിട്ടും അങ്ങനെ ഇനി അടുത്ത ഗ്രൂപ്പ് 60 വിശേഷങ്ങളുമായി നമുക്ക് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പ്രിയപ്പെട്ട കൂട്ടുകാരെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Bye from Brande.